ഞാൻ കണ്ടതാ. നീ കണ്ടു അല്ലേ? നീ സ്റ്റേഷനിലേക്ക് വരണം. വന്നാ എനിക്കെന്തെങ്കിലും പ്രശ്നമാവും സാർ? എടോ, ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ തിരുമേനിക്ക് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? അതെന്റെ ഉറച്ച തീരുമാനമാണ്. വീട്ടിൽ കയറിയല്ലേ സാർ അവരെന്നെ മർദ്ദിച്ചത്? അവർക്ക് ഉചിതമായ ശിക്ഷ കിട്ടണം. തിരുമേനിയുടെ കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഫ്രാക്ചർ ഉണ്ടോ? ഫ്രാക്ചർ ഒന്നുമില്ല. ഒരാഴ്ച റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞത്. അക്രമികളെ അറസ്റ്റ് ചെയ്തു സർ. തിരുമേനിയുടെ പരാതി മിനിസ്റ്ററുടെ മകനെതിരാണല്ലോ. അയാളെ അറസ്റ്റ് ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അതിന്റെ ഭവിഷ്യത്ത് എന്ത് തന്നെയായാലും ഞാൻ നേരിട്ടോളാം. അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. നടപടി എടുത്തേ പറ്റൂ. മിനിസ്റ്ററുടെ മകനുമായി ഞാൻ സംസാരിച്ചു. അയാൾക്കൊരു അബദ്ധം പറ്റിയതാണ്. അയാളോട് തിരുമേനിക്ക് ക്ഷമിച്ചൂടെ? എന്താ സാർ ഈ പറയുന്നത്? വല്യച്ഛനെ വളരെ ക്രൂരമായിട്ട് അവർ ഉപദ്രവിച്ചത്. അതൊരിക്കലും ക്ഷമിക്കാനാവില്ല. അയാളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. മനസ്സിലായില്ല. തിരുമേനിയുടെയും കുടുംബത്തിനെ നന്മയെ കരുതിയാ ഞാനിത് പറയുന്നത്. മിനിസ്റ്ററുടെ മകനെതിരെ പോലീസ് നടപടി ഉണ്ടായാ നിങ്ങൾക്ക് ഈ ദേശത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയോ? ഈ പരാതി തിരുമേനി പിൻവലിക്കണം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. പരാതി പിൻവലിക്കാനോ? എന്താ സാർ ഇത്? എന്റെ വീട്ടിൽ കയറി രണ്ടുപേർ അതിക്രമം കാണിച്ചിട്ട് ഞാൻ നിശബ്ദനായിരിക്കണോ? പരാതി പിൻവലിക്കാനാണെങ്കിൽ പോലീസ് നിയമമൊക്കെ ഈ നാട്ടിൽ എന്തിനാണ്? ഞാൻ പറയുന്നത് കേൾക്ക് തിരുമേനി. നിങ്ങൾ ഈ പരാതി പിൻവലിക്കണം. ഈ പരാതിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ദേശത്ത് ഇപ്പോഴുള്ള ബഹുമാനം പോലും കിട്ടില്ല. പരാതി പിൻവലിച്ച് മിണ്ടാതിരുന്ന സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാം. ഇല്ല സർ, പരാതി പിൻവലിക്കാൻ സാധ്യമല്ല. കുറ്റക്കാരെ ശിക്ഷിക്കണ്ടേ സാർ? ദയവായി ഇതിന് ഞങ്ങളെ നിർബന്ധിക്കരുത്. എന്നാ തിരുമേനിയും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ കൊച്ചുമകൾ വൃന്ദ താമസിച്ച് പഠിക്കുന്നത് രുദ്രസാറിന്റെ നാട്ടിലാണ്. ആ കുട്ടിക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ച് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം നിങ്ങളായിട്ടുണ്ടാക്കോ? രുദ്രനാളൊരു ഡേഞ്ചർ പേഴ്സണാ. കേസൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. അയാൾക്ക് അതിനുള്ള ആൾബലവും പണവും ഉണ്ട്. കൂടാതെ ഭരണത്തിന് സ്വാധീനമുണ്ട്. നിങ്ങൾക്ക് രുദ്രനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ രുദ്രനെതിരെ കേസുമായി മുന്നോട്ട് പോയാൽ അത് ബാധിക്കുന്നത് നിങ്ങളുടെ കൊച്ചുമകളെ ആയിരിക്കും. കൊച്ചുമകളുടെ ജീവിതം നിങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോവാം. തിരുമേനി എന്തു പറയുന്നു? കേസുമായിട്ട് മുന്നോട്ട് പോവാം അല്ലേ? വേണ്ട സർ, വേണ്ട. എന്റെ വൃന്ദമോൾ, എനിക്ക് പരാതിയില്ല. എനിക്ക് പരാതിയില്ല. തിരുമേനിക്ക് പരാതിയില്ലെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങടോ.